ക്യാമ്പൊന്നും ഉണ്ടാവും. ക്യാമ്പിൽ പലരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരൊക്കെ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇഷ്ടമില്ലാത്തവൻ വന്നിട്ടാണെങ്കിൽ അവിടെ അവൻ സൗകര്യം ചെയ്ത് കൊടുക്കാതിരിക്കുക, അതുണ്ടാവണം. ഇഷ്ടമില്ലാത്തവൻ വന്നാലാണ് ഏറ്റവും അധികം സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനമാണെന്ന് മനസ്സിലാക്കി. ഇതൊരു വലിയൊരു മതസംഘടനയുടെ സമ്മേളനമാണ്. അപ്പോൾ മതം ശാസിക്കുന്ന നിലക്കുള്ള ഉന്നത സ്വഭാവങ്ങളൊക്കെ നമ്മളിലുണ്ടാവണം. ആ സ്വഭാവങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശബ്ദകോലാഹലങ്ങളില്ലാതെ ഇവിടെ ഇപ്പം തന്നെ നമ്മളവിടെ അവിടെയൊക്കെ നമ്മൾ കൊടി മക്കാമുങ്ങിൽ വെച്ചു, ഷെയ്ഖുനാൻ്റെ അവിടെയും വെച്ചു. അപ്പോൾ അവിടെ വെച്ചതിന് ശേഷമാണ് രണ്ടാമത് ഷെയ്ഖുനാൻ്റെ അവിടെ കൊടുക്കുന്നത്. കാരണം ഷെയ്ഖുന അതായിരിക്കും ഇഷ്ടപ്പെട്ടത്. മഹാന്മാരാവുന്ന സാദാത്തുക്കളെ അവരൊക്കെ ബഹുമാനിച്ച് അവിടെ വെച്ചതിന് ശേഷമാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായി കൊണ്ട് ആരെങ്കിലും അകത്തുനിന്നുണ്ടായി തീരാൻ പാടുള്ളതല്ല എന്നാണ് എല്ലാവരോടും ഈ അവസരത്തിൽ ഉണർത്താറുള്ളത്. ക്യാമ്പൊന്നും ഉണ്ടാവും. ക്യാമ്പിൽ പലരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരൊക്കെ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇഷ്ടമില്ലാത്തവൻ വന്നിട്ടാണെങ്കിൽ അവിടെ അവൻ സൗകര്യം ചെയ്ത് കൊടുക്കാതിരിക്കുക, അതുണ്ടാവണം. ഇഷ്ടമില്ലാത്തവൻ വന്നാലാണ് ഏറ്റവും അധികം സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനമാണെന്ന് മനസ്സിലാക്കി. ഇതൊരു വലിയൊരു മതസംഘടനയുടെ സമ്മേളനമാണ്. അപ്പോൾ മതം ശാസിക്കുന്ന നിലക്കുള്ള ഉന്നത സ്വഭാവങ്ങളൊക്കെ നമ്മളിലുണ്ടാവണം. ആ സ്വഭാവങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശബ്ദകോലാഹലങ്ങളില്ലാതെ ഇവിടെ ഇപ്പം തന്നെ നമ്മളവിടെ അവിടെയൊക്കെ നമ്മൾ കൊടി മക്കാമുങ്ങിൽ വെച്ചു, ഷെയ്ഖുനാൻ്റെ അവിടെയും വെച്ചു. അപ്പോൾ അവിടെ വെച്ചതിന് ശേഷമാണ് രണ്ടാമത് ഷെയ്ഖുനാൻ്റെ അവിടെ കൊടുക്കുന്നത്. കാരണം ഷെയ്ഖുന അതായിരിക്കും ഇഷ്ടപ്പെട്ടത്. മഹാന്മാരാവുന്ന സാദാത്തുക്കളെ അവരൊക്കെ ബഹുമാനിച്ച് അവിടെ വെച്ചതിന് ശേഷമാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായി കൊണ്ട് ആരെങ്കിലും അകത്തുനിന്നുണ്ടായി തീരാൻ പാടുള്ളതല്ല എന്നാണ് എല്ലാവരോടും ഈ അവസരത്തിൽ ഉണർത്താറുള്ളത്.